എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ എനർജി ലവ് ബ്ലിസ് കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്താണ് ദൈവികത എന്നും എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ദൈവികതകൾ മനസ്സിലാക്കാനും അറിയാനും അനുഭവിക്കാനും സാധിക്കാതെ പോകുന്നതെന്നും എങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ദൈവികതകളെല്ലാം സ്വന്തമായി അനുഭവിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമെന്നും ഇനി ഒരു വ്യക്തി സ്വന്തമായി തൻ്റെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ്. അതായത് ഇന്നത്തെ വിഷയം എന്താണ് ദൈവികതയെന്നും എന്തുകൊണ്ടാണ് പല ആളുകൾക്കും തൻ്റെ ഉള്ളിലുള്ള ദൈവികതകൾ അനുഭവിക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോകുന്നതെന്നും എങ്ങനെ ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ഈ ദൈവികതകളെല്ലാം മനസ്സിലാക്കാനും അറിയാനും സാധിക്കുമെന്നും ഇനി ഈ ദൈവികതകളൊക്കെ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ആണെന്നുമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ദൈവികതയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു കഥ നോക്കാം. എഖാർഡ് ടോളെ തൻ്റെ പുസ്തകമായ പവർ ഓഫ് നൗവിൽ തുടക്കത്തിൽ തന്നെ ആദ്യം ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഒരു യാചകൻ 30 വർഷത്തിലേറെയായി വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു അപരിചിതൻ അയാളുടെ അരികിലൂടെ നടന്നുപോയി. യാന്ത്രികമായി തൻ്റെ പഴയ ബേസ്ബോൾ തൊപ്പി നീട്ടിക്കൊണ്ട് യാചകൻ ചോദിച്ചു, ചില്ലറ തരാനുണ്ടോ? നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അപരിചിതൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ചു, താങ്കൾ എന്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്? ഒന്നുമില്ല, യാചകൻ മറുപടി പറഞ്ഞു. അത് വെറും ഒരു പഴയ പെട്ടിയാണ്. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലമായി ഞാൻ ഇതിനു മുകളിലാണ് ഇരിക്കുന്നത്. താങ്കൾ എപ്പോഴെങ്കിലും അതിനകത്തേക്ക് നോക്കിയിട്ടുണ്ടോ? അപരിചിതൻ ചോദിച്ചു. താങ്കൾ എപ്പോഴെങ്കിലും അതിനകത്തേക്ക് നോക്കിയിട്ടുണ്ടോ എന്ന് ഈ യാചകനോട് അപരിചിതൻ ചോദിച്ചു. ഇല്ല, യാചകൻ പറഞ്ഞു. നോക്കിയിട്ട് എന്താ കാര്യം? അതിനകത്തൊന്നുമില്ല. അതൊന്ന് തുറന്നു നോക്കൂ, അപരിചിതൻ നിർബന്ധിച്ചു. അപ്പോൾ യാചകൻ ആ പെട്ടിയുടെ അടപ്പ് ബലം പ്രയോഗിച്ച് തുറക്കുന്നതിൽ വിജയിച്ചു. അതിശയത്തോടെ, അവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെ അയാൾ കണ്ടു ആ പെട്ടിയിൽ സ്വർണം നിറഞ്ഞിരിക്കുന്നത്. ശേഷം എഴുത്തുകാരൻ ടോളെ പറയുവാണ്, നിങ്ങൾക്കൊന്നും തരാനില്ലാത്ത, നിങ്ങളോട് ഉള്ളിലേക്ക് നോക്കാൻ പറയുന്ന ആ അപരിചിതനാണ് ഞാൻ. ആ സാരോപദേശ കഥയിലേതുപോലെ ഏതെങ്കിലും ഒരു പെട്ടിയുടെ അകത്തല്ല ഞാൻ നോക്കാൻ പറയുന്നത്, മറിച്ച് ഏറ്റവും അരികത്തു നിങ്ങളുടെ ഉള്ളിലേക്കു തന്നെ. പക്ഷെ ഞാനൊരു യാചകനല്ലല്ലോ, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം. ടോളെ പറയുകയാണ്, എത്രയേറെ ഭൗതിക സമ്പത്തുകളുണ്ടെങ്കിലും തങ്ങളുടെ യഥാർത്ഥ സമ്പത്തായ ഉന്മയുടെ ദീപ്തമായ ആനന്ദവും അതോടൊപ്പം ലഭിക്കുന്ന അഗാധവും അചഞ്ചലവുമായ ശാന്തിയും കണ്ടെത്താത്തവർ യാചകർ തന്നെയാണ്. അതായത് ടോളെ നമ്മളോട് പറയുകയാണ്, എത്രയേറെ ഭൗതിക സമ്പത്തുകൾ ഉണ്ടെങ്കിലും തങ്ങളുടെ യഥാർത്ഥ സമ്പത്തായ ഉന്മയുടെ ദീപ്തമായ ആനന്ദവും അതോടൊപ്പം ലഭിക്കുന്ന അഗാധവും അചഞ്ചലവുമായ ശാന്തിയും കണ്ടെത്താത്തവർ യാചകർ തന്നെയാണ്. പിന്നെ അദ്ദേഹം പറയുകയാണ്, ഉറപ്പിനോ സുരക്ഷയ്ക്കോ സ്നേഹത്തിനോ വേണ്ടി സുഖത്തിൻ്റെയോ സംതൃപ്തിയുടെയോ ഞുറുങ്ങുകൾക്കായി അവർ പുറത്തേക്കാണ് നോക്കുന്നത്.
മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നു എന്നത് മാത്രമല്ല, ഈ ലോകത്ത് നൽകാൻ കഴിയുന്ന എന്തിനേക്കാളും അപരിമേയമായ മഹത്വം കൂടിയുള്ള ഒരു നിധി അവരുടെ ഉള്ളിലുള്ളപ്പോൾ, അതായത് മലയാളത്തിൽ പറഞ്ഞ അദ്ദേഹം പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ നിധി നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആളുകൾ വെളിയിലേക്കാണ് ശ്രദ്ധിക്കുന്നത് എന്നാണ്. ഇവിടെ ടോളോ പറയുന്ന യഥാർത്ഥ സമ്പത്തായ ഉന്മയുടെ ദീപ്തമായ ആനന്ദവും അതോടൊപ്പം ലഭിക്കുന്ന അഗാധവും അചഞ്ചലവുമായ ശാന്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ ആത്മാവിനെയാണ്. അതായത് ശിവസൂത്രത്തിൽ ശിവൻ പറയും, നമ്മളുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തായി വിരൽത്തുമ്പിനോളം വലിപ്പമുള്ള ഒരു തീനാളമുണ്ടെന്ന് പറയും. ആ തീനാളത്തിനെയാണ് നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഉള്ളിലുള്ള ഈ ആത്മാവിനെ അറിയാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്ത പോകുന്നവർ അവർ ഭാഗ്യവാന്മാരല്ല എന്നുള്ളതാണ് ടോളെ പറയുന്നത്. അതുതന്നെയാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്താണ് പ്രയോജനം എന്ന്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത്, നമ്മളെ ഉള്ളിലുള്ള ഈ ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവാണ് തീനാളം കണക്ക് നിൽക്കുന്ന നമ്മുടെ ചൈതന്യം സ്വരൂപം. അപ്പോൾ ഈ ചൈതന്യത്തിനെ പറ്റി പഠിക്കുകയും അതിനെ അനുഭവിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ദൈവീകത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ ചൈതന്യത്തിനെ അനുഭവിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ദൈവീകത എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിനെ അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതിനെയാണ് ദൈവീകത എന്ന് പറയുന്നത്. ബൈബിളിൽ ദൈവം പ്രകാശമാണെന്ന് പറയും. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം, ഹീബ്രു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രകാശം എന്നാണ്. അപ്പോൾ നമ്മുടെ ആത്മാവെന്ന് പറയുന്ന വസ്തു പ്രകാശമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന, ആത്മാവിനെ യാതൊരു വസ്തു കൊണ്ടും അതിനെ മുറിവേൽപ്പിക്കാനോ അതിനെ കൊല്ലാനോ സാധിക്കുകയില്ല എന്ന്. ഇനി രണ്ടാമത്തെ പോയിന്റ്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ഈ ദൈവീകതകളൊന്നും തൻ്റെ ആത്മാവിനെ അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോകുന്നു എന്നുള്ള കാര്യം. ഇതിൻ്റെ പ്രധാന കാര്യം, ഇതിനെപ്പറ്റി നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് എന്നുള്ളൊരു കാര്യം വേറൊരു വ്യക്തി പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ വേറൊരു വ്യക്തിക്ക് അത് കേട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരച്ഛനും അമ്മയും തൻ്റെ മകനും മകൾക്കും ഇത് പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ ആ മകനും മകൾക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ഉള്ളിൽ. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഇത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും ഇത് ആദ്യം അനുഭവിക്കണ്ടേ? അവരിത് ആദ്യം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തെങ്കിലല്ലേ ഇവർക്ക് ഇത് ഇവരുടെ മകനും മകൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി അനുഭവമുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഒന്ന്. രണ്ടാമത്തെ, അതിലും പ്രധാന പോയിന്റ്, ഇനി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഗുരുക്കന്മാർ പല പല രീതിയിൽ ഇതിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി എത്രയൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് അതിൽ താല്പര്യമില്ല. അതായത്
ഒരു വ്യക്തി സ്വന്തമായി തീരുമാനമെടുക്കണം. എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ, ആത്മാവിനെ അറിയണമെന്നുള്ള. സ്വന്തമായിട്ട് ഒരു വ്യക്തി സത്യസന്ധമായി തീരുമാനമെടുക്കുകയും ആത്മാർത്ഥതയോടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതും കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. സ്വന്തമായി തീരുമാനമെടുക്കുകയും സ്വന്തമായി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഴുവൻ വ്യക്തികൾക്കും അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ദൈവീകതകൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, ഇതിനെപ്പറ്റി വേറെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ട്, ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി സ്വന്തമായി പ്രയത്നിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണ്ടേ? ആ ഒരു ശ്രമം ഈ വ്യക്തി നടത്താത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത്. ഇനി 3, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ദൈവീകതകളെല്ലാം അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ആദ്യം അദ്ദേഹത്തിന് സ്വയം അതറിയാനുള്ള ആഗ്രഹം വേണം. ഒരു വ്യക്തിക്ക് സ്വന്തമായി തനിക്ക് തൻ്റെ ഉള്ളിലുള്ള ദൈവീകതകളെല്ലാം അറിയണം, മനസ്സിലാക്കണം, അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. 2, ഈ ആഗ്രഹം മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കുകയും വേണം. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വസ്തുവെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റികൾ വേണം. നമുക്ക് ഒരു വിഷയത്തിൽ A+ കിട്ടണമെന്നുണ്ടെങ്കിൽ, റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ വിഷയം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷയം നമ്മൾ പാസ്സാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കണക്ക് മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന കണക്ക് നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? ഒന്നാമത് സത്യസന്ധത. സത്യസന്ധതയായിട്ട് വേണം ഇദ്ദേഹം തീരുമാനിക്കേണ്ടത്. എനിക്ക് എൻ്റെ ആത്മാവിനെ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ വേണം, എനിക്ക് എൻ്റെ ദൈവികതകൾ അറിയണം എന്നുള്ളത് വേറെ ആരും അടിച്ചമർത്തിപ്പെട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നതാവരുത്. ഇദ്ദേഹം സ്വന്തമായി തീരുമാനിക്കുന്നത് ആയിരിക്കണം. ഇദ്ദേഹം തന്നെ പറ്റിക്കാൻ പാടില്ല. എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെ എല്ലാവരെയും പറ്റിക്കണം എന്നല്ല, ഇദ്ദേഹം അദ്ദേഹത്തിനെ കബളിപ്പിക്കാനായിട്ട് പാടില്ല കൂടുതലും. മൊത്തത്തിൽ ഇദ്ദേഹത്തിന് ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം. രണ്ടാമത്, സത്യസന്ധതയോടൊപ്പം തന്നെ ഒരു നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. താൻ എന്തെല്ലാമാണ് ചെയ്യുന്നത് തൻ്റെ മേൽ തനിക്കൊരു ബോധം ഉണ്ടായിരിക്കണം. താൻ ചെയ്യുന്നത് കാര്യം കറക്റ്റാണോ, ശരിയാണോ, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെല്ലാം വേണ്ട പോലെ നോക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളതായിട്ടുള്ള അതെല്ലാം കറക്റ്റായിട്ടാണോ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ എല്ലാം ഒരു ബോധം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ വരുമ്പോൾ തന്നെ സാവധാനം അയാളെ ഉള്ളിലുള്ള ദൈവികതകൾ മനസ്സിലാക്കാനും അനുഭവിക്കാനും ഒക്കെ തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി തൻ്റെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അറിയുകയും അനുഭവിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തി സ്വയം തീരുമാനിക്കണം തനിക്ക് തൻ്റെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അറിയുകയും അനുഭവിക്കുകയും വേണമെന്നുള്ളത്. 2, അതിനുവേണ്ടി പ്രയത്നിക്കണം.
അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ മാർഗം ഇതിനെപ്പറ്റി അറിയാവുന്ന ഏതെങ്കിലും ഗുരുക്കന്മാരെടുത്ത് പോയി അവർ തമ്മിൽ സത്സംഗം ചെയ്യുകയും നല്ല നല്ല ഗുരുക്കന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എത്രയൊക്കെ ശിഷ്യത്വവും കാര്യങ്ങളും എല്ലാം സ്വീകരിച്ചാലും ആ വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വസ്തുവിനെ മനസ്സിലാക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒന്നിനും ശ്രമിക്കാതെ ആത്മാവില്ല, ദൈവമില്ല, ഇതൊക്കെ ചുമ്മാതാണ് എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. അത് നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇനി 4ാമത്തെ പോയിന്റ്, ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അനുഭവിക്കാനും മനസ്സിലാക്കാനും അറിയാനും സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന്. 1ാമത്തെ ഗുണം, ഈ ആത്മാവെന്ന് പറയുന്നത് ദൈവമാണെന്ന് പറയും. ആര് പറയും? ഞാൻ പറയും. എന്താ ആത്മാവ് ദൈവമാണെന്ന് പറയാനുള്ള കാര്യം? ആ വസ്തു നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും. ആ വസ്തു നിങ്ങൾക്ക് ഒരിക്കലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരത്തില്ല. ആ വസ്തു നിങ്ങളെ എപ്പോഴും സത്യത്തിലേക്ക് നയിക്കും. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അതെല്ലാം ഇത് തിരുത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ വസ്തു സത്യമാണ്. അപ്പോൾ ആ വസ്തു സത്യമായതുകൊണ്ട് അതിനെ ഞാൻ ദൈവമെന്ന് വിളിക്കുന്നു. നിങ്ങൾ എത്ര സമർത്ഥനാണോ അതിനെക്കാട്ടി 136,000 ഇരട്ടി സമർത്ഥനാണ് നിങ്ങളുടെ ആത്മാവ്. രണ്ടാമത്തെ ഗുണം അല്ലെങ്കിൽ രണ്ടാമത്തെ ആത്മാവിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. നിങ്ങളുടെ ചൈതന്യത്തെ നിങ്ങൾ അനുഭവിക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. സന്തോഷം എന്ന് പറയുന്നത് ബഹിർമുഖമാണ്. അത് വെളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് അന്തർമുഖമാണ്. നിങ്ങൾക്കൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ആ ആനന്ദം അനുഭവിക്കാനായിട്ട് പറ്റും. എക്സ്റ്റസി എന്ന് പറയത്തില്ലേ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും താല്പര്യം നിങ്ങളിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് വെളിയിലുള്ളൊരു വസ്തുവിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരിത് കിട്ടേണ്ട കാര്യമില്ല. നമ്മുടെ ആത്മാവിൻ്റെ ഒരു സ്വരൂപമാണ്, ഒരു സവിശേഷതയാണ്, അത് ആനന്ദമാണ്. അപ്പോൾ ഏതൊരു വ്യക്തി അത് അനുഭവിക്കാനായിട്ട് തുടങ്ങുന്നുവോ ആ വ്യക്തിയിലും ആ ആനന്ദം പ്രതിഫലിക്കും. 3ാമത്തെ ഗുണം, നിങ്ങളുടെ ബന്ധം ആ വ്യക്തിക്ക് സത്യവുമായിട്ടുള്ള ബന്ധം വളരെ വലുതായിരിക്കും. അദ്ദേഹം സത്യം പാലിക്കുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഉയർന്ന ബോധമായിരിക്കും. എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ധാരണ ഉണ്ടാവും. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അനുഭവിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ബാക്കിയുള്ളവർക്കും അവരുടെ ഉള്ളിലും ഇതേ ദൈവികതകളെല്ലാം ഉണ്ട്. എന്നാൽ അതിനെപ്പറ്റി അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും ശ്രമിക്കാത്തത് കൊണ്ടാണ് അവർക്കത് അറിയാൻ പറ്റാതെ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ വ്യക്തിക്ക് നല്ല ഉയർന്ന ബോധം ഉള്ളതുകൊണ്ട് ഈ വ്യക്തിയെ അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് ഇദ്ദേഹത്തിന് ഗുണമാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഞാൻ 3 പോയിൻ്റേ പറയുന്നുള്ളൂ. വേറെ ഒരുപാട് പോയിന്റുകൾ വേറെ ഒരുപാട് പേര് പറയും. ഞാൻ ഈ 3 പോയിൻ്റ് പറയുന്നുള്ളൂ. 1, ആത്മാവ് സത്യമാണ്. അത് നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും. സത്യസന്ധനായിരിക്കാൻ അത് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. 2, ആത്മാവ് ആനന്ദമാണ്. നിങ്ങളെ സകല സമയവും ആനന്ദത്തിലായിരിക്കും. നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും നിങ്ങൾ എല്ലാ വസ്തുവും ഉള്ള ആളുകളെക്കാട്ടി സംതൃപ്തിയോടിരിക്കും. നിങ്ങൾക്ക് സത്യവും അറിയാം. 3ാമത്തെ പോയിന്റ്,
ഉയർന്ന ബോധമുള്ളതുകൊണ്ട് ഈ വ്യക്തി കറക്റ്റായിട്ട് ആളുകൾക്ക് ഇടപെടുകയും നല്ലത് ചെയ്യുകയും ഒക്കെ ചെയ്യും. അത് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ആയിട്ട് അദ്ദേഹം ചെയ്യും, വളരെയധികം ബോധപൂർവം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ വസ്തുവിനെ പറ്റി, അതായത് നമ്മളെപ്പറ്റി നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സ്വന്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല. അപ്പോൾ ശ്രീബുദ്ധനൊക്കെ അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ചു. അതേ കണക്കൊരു പ്രയത്നം ഉള്ളവർക്ക് മാത്രമേ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതൊരു വ്യക്തി സ്വയം തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിയുകയും മനസ്സിലാക്കി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടോ ആ വ്യക്തി ആ ക്വാളിറ്റി കാണിക്കും. പലപ്പോഴും ആ ക്വാളിറ്റി കാണിക്കുമ്പം വേറെ ആളുകൾക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒന്നും സാധിക്കില്ല. അദ്ദേഹം പറയുന്നതും സംസാരിക്കുന്നതും എല്ലാം വട്ടാണെന്ന് തോന്നും, പക്ഷെ അദ്ദേഹം പറയുന്നതായിരിക്കും കറക്റ്റ്. അദ്ദേഹത്തിന് എപ്പോഴും ഒരു വലിയ ആനന്ദത്തിലും സമാധാനത്തിലും ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ സത്യം അറിഞ്ഞുകൂടാത്ത ആളുകൾ അവർക്കത് സാധ്യമല്ല. അതുകൊണ്ടാണ് ടോളെ അല്ലെ ജീസസ് ക്രൈസ്റ്റ് ആയാലും വലിയ വലിയ ഗുരുക്കന്മാരെല്ലാവരും പറയുന്നത് സെൽഫ് നോളേജ് ഇസ് ദ ഗേറ്റ് വേ ഓഫ് ഓൾ അതർ നോളേജസ്, അല്ലെങ്കിൽ ആത്മവിദ്യയാണ് ഏറ്റവും വലിയ വിദ്യയെന്ന്.